നമുക്ക് അടിപൊളിയായിട്ടൊരു മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയിലയും പുതിനയും, പിന്നെ ഒരു പകുതി സവാള, പകുതി തക്കാളി, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈരും ഒരു 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് ഈ മസാലയും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിതിവിടെ ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ചിക്കൻ്റെ കഴുത്തിൻ്റെ പോർഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പീസും ഒരു ചെറിയ പീസ് സവാളയും 2 വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. പാൻ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ 2 സൈഡും 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 3-4 കറുകയിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ആയി വരുമ്പോൾ ഇതിൻ്റെ ഈ ഓയിലും ഈ ഒരു ഗ്രേവിയും കൂടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചോറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മന്തിയുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം വയ്ക്കാം. അതിലേക്ക് കറുകയിലയും ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക്, പട്ട, സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഒരു പകുതി വേവായി കഴിയുമ്പോൾ ചോറ് ഊറ്റി വെക്കാം. നല്ലോണം കുക്കായിട്ടുള്ള ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സെയിം മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു സോസ് ഇല്ലാതെ തന്നെയും ആ ഒരു ചിക്കന് അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ സോസ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സെയിം പാത്രത്തിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചിട്ട് പകുതി വെന്ത റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഇതിലിപ്പോൾ നല്ലോണം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ